നമ്മുടെ ജീവിതത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എപ്പോഴാണ്, ആരാണെന്ന് അറിയാമോ? ഫോറൻസിക് എടുത്തതിന് ശേഷമാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ വിഷമിക്കാൻ പാടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും എന്ന് എന്നെ പഠിപ്പിച്ചത് തീർച്ചയായും എൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന ഓരോ മൃതശരീരങ്ങളാണ്. ഓരോ മൃതശരീരത്തിനോട് ചോദിച്ചാലും ഓരോ കഥകളുണ്ട്. നമ്മൾ ജനിച്ചാൽ തീർച്ചയായും മരണമുണ്ട്. ആ മരണം എപ്പോൾ വേണോ നമ്മളെ കൊണ്ടുപോവാം. ആ മരണത്തിൻ്റെ മുൻപിൽ ചെറിയവനെന്നോ വലിയവനെന്നോ കളക്ടറെന്നോ ഭിക്ഷ എടുക്കുന്ന ഒരാളാണെന്നോ യാചകനെന്നോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡി മരിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിയുമ്പോഴേ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അല്ലേ. അപ്പം ഇപ്പോൾ ഒരു ഫേമസ് സെലിബ്രിറ്റിയാണ്, അതേസമയം ഒരു യാചകനാണെന്ന് വെച്ചോ, മൃതശരീരമാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ദിവസം കഴിയും തോറും അത് അഴുകും. അപ്പം അതിൽ യാതൊരു ഡിഫറൻസും ഇല്ല. എത്രത്തോളം സുന്ദരിയായിരുന്നു, ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അതേസമയം മറ്റൊരാളെ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര സൗന്ദര്യമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്താണ്, മരിച്ചു മൃതശരീരമാണ്, തീർച്ചയായും അഴുകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അത്രയും ഒരു കുമിളയുടെ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കുമിള ഇങ്ങനെ ഊതത്തില്ലേ, അപ്പോൾ അതിനെ ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോവും. അപ്പോഴെന്താണ്, അത്രയും ആയുസേ നമുക്കുള്ളൂ. നമുക്ക് അറിയാമോ നമ്മുടെ എക്സ്പയറി ഡേറ്റ് എത്രാം തീയതി വരെയാണെന്ന്? നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ, ഇത്രാം തീയതിയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന്. പക്ഷേ നമുക്കറിയാമോ? ഇല്ല. പക്ഷെ നമുക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ, അടി ഉണ്ടാക്കാൻ, അല്ലെ പ്രശ്നങ്ങളുണ്ടാക്കുക, കലഹിക്കുക, അങ്ങനെ എല്ലാം പിന്നെ പൈസ ഉണ്ടാക്കുക. പൈസ തീർച്ചയായിട്ടും ഉണ്ടാക്കണം, നമുക്ക് ജീവിതത്തിൽ വേണം. പക്ഷെ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് അയാൾക്ക് കിട്ടാനുള്ള പൈസയും കൂടെ നമ്മൾ എടുക്കുന്നു. പിന്നെ മറ്റൊരാളെ വേദനിപ്പിക്കും. ഒരു ചെറിയൊരു കാര്യം തന്നെ എടുത്താൽ, നമ്മളിപ്പം എവിടെയെങ്കിലും നടന്നു പോകുന്നു, മറ്റൊരാളെ കണ്ടു, അയാൾ അറിയാതെ അയാളുടെ കാലിൽ ചവിട്ടി. അപ്പം എന്നെയൊക്കെ അമ്മ പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, മിക്കവരും ചെയ്യുന്ന ആരുടെയെങ്കിലും കാല് ഇങ്ങനെ ഒന്ന് അതൊന്ന് ചവിട്ടിപ്പോയാൽ എന്താണ്, ഉടനെ നമ്മൾ തൊഴും. അവിടെ എന്താണ്, നമ്മൾ ആ കുഞ്ഞുനാളിലെ നമ്മളെ പഠിപ്പിച്ച ആ ഒരു ചട്ടമാണ്. അപ്പം അതുപോലെ നമ്മൾ മറ്റാരെയും വേദനിപ്പിക്കുക, നമുക്ക് ഈ ഒരു നിമിഷം, അതെൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ അമ്മ പറയുന്ന പോലെ ഒരു ശ്വാസം നമുക്ക് എടുത്തിട്ട് അത് വിടണമെങ്കിലും തന്നെ ശരണാഗതിയുടെ ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു കൃപ വേണം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ മനുഷ്യ ജീവിതം. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും മിണ്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും എന്തെങ്കിലും വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഇപ്പോൾ നമ്മളത് മിണ്ടാത്തവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം മിണ്ടാതെ വന്നത്. ഒരിക്കലും രണ്ട് കൈ കൊട്ടാതെ അവിടെ ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും സംസാരിച്ച് നോക്കൂ. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം നമ്മൾ ആയുസെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്നെ ബോൾഡാക്കി, ഞാൻ ഇത്രത്തോളം സ്ട്രോങ് ആക്കിയതും ഈ ഫോറൻസിക് തന്നെയാണ്. എന്നെ ഒരു ബോൾഡ് ലേഡി ആക്കി മാറ്റിയതും ഫോറൻസിക്കാണ്. പിന്നെ ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട്, ഈ ഫോറൻസിക് എടുക്കുമ്പോൾ പേടിയില്ലേ? അപ്പം ഞാൻ അവരോട് തമാശയ്ക്ക് പറയുന്ന ഒരെണ്ണമുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത്. കാരണം മരിച്ചവർ അവരിനി ഒന്നും നമ്മളെ ചെയ്യത്തില്ല. നമ്മൾക്ക് ആസ് എ ഫോറൻസിക് സർജൻ നമ്മൾക്ക് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു എന്നത് കണ്ടെത്താൻ വേണ്ടി അവരെ സഹായിക്കുന്നത്. നമ്മൾ ജനിച്ചു ആ ഒരാൾ ഒരുപാട് വർഷം അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി പേർക്ക്
അല്ലെ രക്തം കൊടുത്തിട്ടുണ്ടാവാം, ബ്ലഡ് കൊടുത്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടായിരുന്നു കാണാം. അപ്പം എന്താണ് എല്ലാം ചെയ്തിട്ട് ഒരു നാൾ സമയമായപ്പോൾ മരിച്ചു. അപ്പോൾ ആ മനുഷ്യന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ജനിക്കുന്നത് പോലെ തന്നെയാണ് മരിക്കുന്നതും വളരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജീവിതത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എന്നെ പഠിപ്പിച്ചത് തീർച്ചയായും എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്ന ഓരോ മൃതശരീരങ്ങളും തന്നെയാണ്. പിന്നെ ഇതൊരു ഒരുപാട് പേര് മരിക്കുന്ന, ചിലവർ മുങ്ങി മരിക്കാറുണ്ട്, ചിലവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലവർ ട്രെയിനിൽ മുന്നിൽ ചാടും. അപ്പോൾ ട്രെയിനിൽ മുന്നിൽ ചാടിയാൽ പിന്നെ കിട്ടുന്നത് പോലീസ് കൊണ്ടുവരുന്നത് പാർട്സ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ തല ഒരു സ്ഥലത്തായിരിക്കാം, കൈ ഒരു സ്ഥലത്തായിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പം ഞാനൊരു ചെറിയൊരു തമാശയല്ല, ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഒന്നും മനസ്സിലാക്കാൻ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന മിക്കവരും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തോന്നുന്നൊരു ദേഷ്യമായിരിക്കും. അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത് വന്ന ഒരു മൃതശരീരത്തോട് നമ്മൾ അതിൻ്റെ ഒരു ആത്മാവുണ്ടെന്ന് വെച്ചോളൂ. ആ ആത്മാവിനോട് നമ്മളൊന്ന് ചോദിക്കുകയാണെന്ന് വെച്ചോ, എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആത്മാവ് പറയും, ഡോക്ടറെ എനിക്ക് മരിക്കണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചാൽ അവരനുഭവിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. എൻ്റെ ഒരു നല്ല ജീവിതം ഞാൻ നശിപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങളായിരുന്നു. അവരെ നോക്കാൻ ഇപ്പോൾ ആരുമില്ല. കുഞ്ഞുങ്ങൾ കരയുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് എനിക്ക് വിഷമിക്കുന്നു. ഇനി എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ? അയ്യോ വേണ്ടായിരുന്നു എന്ന് ആത്മാവ് ചോദിച്ചാൽ നടക്കൂ? ഒരിക്കലും ഇല്ല അല്ലേ? സമയം വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് നോയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരെ ദുഷിച്ച് പറയാനോ അതിനൊന്നും നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്. അപ്പം നമ്മളോട് ആരെങ്കിലും കലഹിക്കാൻ വന്നാലോ, നമുക്കിഷ്ടമില്ലാത്തത് ചെയ്താൽ ഞാൻ എന്താണ് ചെയ്യണതെന്ന് അറിയാമോ? ഇഗ്നോർ. നമുക്കിഷ്ടമില്ലാത്തവരെ അവഗണിക്കുക. അവർ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരുടെ ഉള്ളിലോട്ട് എടുക്കരുത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവർ കാണുമല്ലേ, നമ്മളെ അസൂയപ്പെടുന്നവർ കാണും, ഒത്തിരി ടൈപ്പ് ഓഫ് ആളുകൾ കാണും. ചിലപ്പോൾ നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് ചില ആളുകൾ വിചാരിക്കും, അവരുടെ അസൂയ കണ്ണിൽ നോക്കുമ്പോൾ അത് അവർക്ക് നെഗറ്റീവായിട്ട് തോന്നും. അപ്പം നമ്മളെ പലതും പറയാൻ കാണും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ ഒരു റെസ്പോൺസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ ഭയങ്കരമായിട്ട് ഇടപെട്ടു എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആരും ഒരിക്കലും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അയച്ചു കൊടുക്കണം. കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മരിക്കുന്നത്. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഫലവും ഇല്ല. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും നല്ലത് വരട്ടെ.